ഹായ് ചങ്കുകളെ, അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു ബീഫും കായയും വറുത്തരച്ച് വെച്ചത്. നമ്മളിപ്പോ ബീഫ് കറി വെക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് വെക്കാൻ വിചാരിച്ചു. എന്നുവെച്ചാൽ അങ്ങനെ വെക്കാറുന്നില്ല, വെള്ള കാലത്തൊക്കെ വെക്കാറുണ്ട് ബീഫും കായവും വറുത്തരച്ച്. അപ്പൊ നമുക്ക് ബീഫും കായയും വറുത്തരച്ച വീഡിയോ നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. അപ്പൊ അതിനു മുമ്പ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചങ്കുകള് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ് എന്തായാലും അത് ചെയ്യുക. എന്നുവെച്ചാൽ വീഡിയോ മോശമോ നല്ലതോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചില കുറ്റക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് ബീഫും കായയും വെക്കാൻ പോകണം. അപ്പൊ ആദ്യം നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടത് വേവിച്ചെടുക്കാം. നമുക്കൊരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിപ്പോ 1.5 കിലോ ബീഫുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ലേശം വെളിച്ചെണ്ണ. നമുക്കൊന്ന് നന്നായിട്ട് കൂട്ടി തിരുമ്മി ഇത് വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇത് വേകുമ്പോഴേക്കും നാളികേരം ചിരണ്ടി എടുക്കുക, കായ നന്നാക്കി വയ്ക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനപ്പം ബീഫ് മേടിച്ചാലും കുറച്ച് നെയ്യ് കൂടുതൽ മേടിക്കും. ഇതിൽ ബീഫിന് നെയ്യില്ലെങ്കിൽ ഒരു സുഖമില്ല. ഇത് ചില ആൾക്കാർ പേടിച്ചിട്ടൊന്നും കഴിക്കൂല, അറ്റാക്ക് വരുന്നൊക്കെ വെച്ചിട്ട് നെയ്യൊക്കെ പരമാവധി കുറച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ നേരെ തിരിച്ചാട്ടോ, നമ്മൾ നന്നായിട്ട് നെയ്യ് ഉപയോഗിക്കും. ഒരു ലേശം വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക, ഇത് വേവിക്കാൻ വയ്ക്കാം. ഈ വേവട്ടൊരു 6-7 വിസിൽ കേട്ടെ. ഇതിൽ ചിലപ്പോൾ ചില ബീഫ് നല്ല വേവ് ഉണ്ടാവും. ഒറ്റ തട്ടിന് പൊട്ടി. അപ്പൊ നമുക്ക് നാളികേരം വറുത്തെടുക്കാം. അപ്പോൾ നമ്മള് 1.5 മുറി നാളികേരം വറുക്കാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നന്നായിട്ട് വറുത്തെടുക്കാം. നമുക്കൊരു 5-6 ചെറുള്ളി ഇടുക, ലേശം കറിവേപ്പില, അതുകൂടി കിടക്കട്ടെ. നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നാളികേരം മൊരിയട്ടെ. നാളികേരം ലേശം കൂടെ ഒന്ന് വറവാട്ടോ. ഇതൊക്കെ നമുക്ക് തീ ഓഫാക്കിയിട്ട് മല്ലിപ്പൊടി മുളകുപൊടി ഇടാം. നമുക്കിനി തീ ഓഫാക്കാം. ബാക്കിയുള്ള ചൂടിൽ ഇതായാൽ മതി. പിൻഡാലത്തിന്റെ ചെഞ്ചട്ടി കാരണം നല്ല ചൂടുണ്ടാവും. നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ചൂടാറിയിട്ട് നിറച്ചെടുക്കണം. നമുക്ക് നമ്മള് ഇത് വറുത്തിട്ട് ചൂടാക്കേ. നമുക്ക് ഇനി സ്റ്റവ് ഓഫാക്കാം. ഒരു 6 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഓഫാക്കി വയ്ക്കുക. നമുക്ക് ഇനി 2 പച്ചക്കായ ചെറുതായിട്ട് എരിഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇതിനകത്ത് ഇടണം. ബാക്കി വേവ് ഇതിനകത്ത് ഇടണം ആയിക്കോളും. നമുക്ക് ആ നേരം കൊണ്ട് സവാള നരിഞ്ഞെടുക്കാം. നമ്മൾ ഇനി ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, 1.5 സവാള.
ബീഫ് വന്നിട്ടുണ്ട്. നമുക്ക് കായിടാം. അപ്പൊ നമ്മള് കായം ബീഫും ഇപ്പം നമ്മൾ കായ ഇട്ടിട്ടുണ്ട് ബീഫില്. നമുക്കതൊരു ഒരു വിസില് കേക്കട്ടം തരും. കായ്ക്ക് വലിയ വേവൊന്നുമില്ല, എന്നാലും ആ നെയ്യൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമ്മളത് ചൂടാറി നമുക്ക് ഇനി അരച്ചെടുക്കാം. അപ്പൊ നമ്മള് പുറത്ത് ഉരുളിയിലാണ് ഇത് വെക്കണത്. അപ്പൊ നമുക്ക് ആദ്യം ഉരുളി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു 100 മില്ലി വെളിച്ചെണ്ണൊക്കെ വെച്ചിട്ടുണ്ടാവും നമ്മള്. ഇപ്പൊ ബീഫിൽ അത്യാവശ്യം നെയ്യുള്ള കാരണം ഇപ്പൊ വെളിച്ചെണ്ണ കുറച്ച് മതി. ഇഞ്ചി, പച്ചമുളക്, സവാള. നമ്മള് 1.5 വലിയ സവാള എടുത്താണ്. ഒരു 4-5 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് വാഴട്ടോ. നമ്മള് ബീഫിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ച് മഞ്ഞപ്പൊടി ഒക്കെ കളയട്ടെ. കുറച്ച് ഉപ്പും. ഇതിനേക്കാളൊക്കെ നന്നായിട്ട് ഇപ്പൊ എല്ലാവരും ബീഫും കായം വറുത്തരച്ച് വെക്കും. ഇപ്പൊ ഇത് എന്റെ വീട്ടില് എന്റെ അമ്മക്ക് ഉണ്ടാക്കിയിരുന്ന കുറച്ച് കറി നമ്മളിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീട്ടിലുണ്ടാക്കിയപ്പോ അത്രേ ഉള്ളൂ. അല്ലാതെ മഹാസംഭവം പോലൊന്നും കാണിക്കാനില്ല. വിറകടുപ്പില് വയ്ക്കുമ്പോ അതിൻ്റെതായ ചെറിയ മാറ്റം. നമുക്കിനി അരച്ച് വെച്ചേക്കണ അരപ്പ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഒന്നര സ്പൂൺ കുരുമുളക് ഇട്ടുണ്ട് നമ്മള്. ഒന്നര സ്പൂൺ ഗരം മസാല. നമ്മള് ബീഫും കായം വേവിച്ച് വെച്ചത് ഇതിലിട്ടിട്ടുണ്ട്. ഒന്ന് മസാല ഒക്കെ പിടിച്ച് കട്ടവട്ടെ. ഉപ്പൊക്കെ പാകം. ഒരു ചെറിയ തീയില് ഇവിടെ കിടക്കട്ടെ. നമുക്കൊരു കുഴമ്പ് രൂപത്തിലെടുത്താൽ മതി. നമുക്ക് വേറെ ചാറിന് ഇപ്പൊ ഇന്നലെ വെച്ച മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് സെറ്റാവുണ്ട്. നമ്മള് ബീഫും കായം അടിപൊളി സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വെച്ച് നോക്ക്. എല്ലാവരും വെക്കും, പക്ഷെ പലരും പല നാട്ടിലും പല രീതിയിലല്ല വെക്കാം. അപ്പൊ നമ്മുടെ രീതിയിലൊന്ന് വെച്ച് നോക്കുന്നത് അടിപൊളി ടേസ്റ്റാട്ടാ. കാണുമ്പോ തന്നെ അറിയുന്ന ലുക്ക് നോക്കിയാൽ. നമ്മുടെ ബീഫും കായം സെറ്റായിട്ടുണ്ട്. അടിപൊളി. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചാറ് പറ്റിച്ചെടുക്കുന്നത്. ചാറ് പറ്റും, മുളപ്പത കിടക്കണമായിരുന്നു. ആ കനലിൽ കിടന്ന് ചാറ് പറ്റും. ഒന്നും കൂടി ഒന്ന് പരിവാവും. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. വൈഫിന് പനി, തലവേദന. അത് കാരണം ഇന്ന് കലാപരിപാടി ഒറ്റയ്ക്ക്. സംഭവം ഒറ്റയ്ക്ക് അടുക്കളയില് പണി എളുപ്പമൊന്നുമില്ല.
നമ്മുടെ ബീഫും കായയും വളർത്തിയത്. നമ്മുടെ ബീഫും കായയും ഇത് വേറെ കാര്യമുണ്ട്. അടുക്കളയിൽ ഒറ്റയ്ക്ക് പണിന് എളുപ്പമല്ല കേട്ടാ, ആൾക്കാർ കൂടെ വേണം. ശരി, അപ്പൊ നമുക്ക് വീണ്ടും കാണാം.